ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളിതൊരു വീഡിയോയായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്ന് 12 പേരുടെ ഒരു നിയോഗമുണ്ട്. ആ നിയോഗം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിയോഗവും ഈ സമയത്ത് സമർപ്പിക്കണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആനിയുടെ മകൻ്റെ മദ്യപാനം മാറാനും മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാകാനും, ആനി കാർലോസിൻ്റെ മൂത്ത മകൻ്റെ മദ്യപാനം മാറിക്കിട്ടുന്നതിന് വേണ്ടി, മറിയാമ്മയുടെ മകൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, ലീലാമ്മയുടെ മക്കൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിന് വേണ്ടി, മേരി ഗ്രേസിൻ്റെ മകൻ്റെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി, ജോഫിൻ ജോസിയുടെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, വർഗീസിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി, ഷെറിന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി, ഷൈനി ജോണിൻ്റെ സ്ഥലം വിറ്റുപോകുന്നതിന് വേണ്ടി, ജോണിൻ്റെ ജോലിയുടെ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി, ബിബിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥലം വിൽക്കാൻ വേണ്ടി, കുഞ്ഞേട്ടൻ്റെ കിഡ്നി സംബന്ധമായ രോഗം സൗഖ്യമാകാൻ, ഈ 12 പേരുടെ നിയോഗമാണ് നമ്മൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പം നിങ്ങളുടെ നിയോഗം ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിൽ ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാവരുടെ നിയോഗം ഇന്ന് ഞാൻ ബലിയിൽ പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച നിമിഷമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൽ 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ ഒരുമിച്ചൊന്ന് വായിക്കാം. നിങ്ങൾ വചന ശ്രദ്ധയോടെ കേൾക്കുക. യോഹന്നാൻ ബന്ധനസ്ഥനാണെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തി സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ മരളി അഴിച്ചുചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. വചനം പറയുകയാണ്, യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. എന്നിട്ട് വിജാതിയരുടെ ഒരു സ്ഥലമായ ഒരു പശ്ചാത്തലമായ സ്ഥലത്ത് പോയി അവിടെ താമസിച്ചു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്ത വാക്കുകൾ നിറവേറാനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ ഏലിയായിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എന്താണ്? ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈശോ ഈ കഫർനാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും. കഫർനാം എന്ന് പറഞ്ഞാൽ യേശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അല്ലേ. ആ കഫർനാമിൽ വന്ന് താമസിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ പ്രവാചകൻ വഴി അരുളി ചെയ്ത വാക്ക് നിറവേറാനാണ്. ഇന്ന് ഈ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവയുടെ അത്ഭുതമായ നാമത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് തന്ന ഒരു കുരിശുരൂപമാണ്. അച്ഛൻ ഇതിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി നീ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ക്രൂശിത രൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ കർത്താവിൻ്റെ കരുണയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ, രോഗങ്ങളാകാം, കടബാധ്യതയാകാം, കഷ്ടപ്പാടാകാം, മക്കളുടെ വിശുദ്ധീകരണമാകാം, മാനസാന്തരമാകാം, ഏത് കാര്യമാണോ നിങ്ങളിപ്പോൾ സമർപ്പിക്കുന്നത്, ആ നിയോഗത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കരുണ അനുഗ്രഹങ്ങളും സമർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അരൂപി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ തകർക്കുന്ന പൈശാചിക പീഡകൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, എല്ലാ തിന്മയുടെ കെട്ടുകൾ, മദ്യപാനത്തിൻ്റെ അരൂപികൾ, ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ, മക്കൾക്ക് മാനസാന്തരപ്പെടുന്നതിന് യോഗ്യമല്ലാത്ത ഏതെങ്കിലും തടസ്സങ്ങളുണ്ട്, അതെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതിയും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിലിരിക്കുന്ന മക്കളുടെ കടങ്ങൾ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ കെടുതിയിലിരിക്കുന്നവരുടെ രോഗങ്ങൾ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ആ കാര്യങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.